ഫിൻലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മൾ ലോഗിൻ ചെയ്യാനും നമ്മളെ ഒരു നോർമലായിട്ട് അക്കൗണ്ടും അതെങ്ങനെ പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയിലായിട്ട് നമുക്ക് പരിചയപ്പെടാം. ട്രാൻസാക്ഷൻ പരമായ കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ട്രാൻസാക്ഷനിൽ വരുന്നത്. അതിനുവേണ്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് സ്പെൻഡ് വരുന്നുണ്ട്, റിസീവ് വരുന്നുണ്ട്, മൂവ് വരുന്നുണ്ട്. സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെൻസുകൾ, നമ്മൾ കയ്യിൽ നിന്ന് ചിലവാകുന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെൻഡ് യൂസ് ചെയ്യുന്നത്. റിസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ, നമുക്ക് വരവ് വരുന്ന എമൗണ്ടുകൾ കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസീവ് യൂസ് ചെയ്യുന്നത്. മൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് നമ്മളെ കയ്യിലുള്ള ക്യാഷ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പെൻസ് പരിചയപ്പെടാം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നമ്മൾ എക്സ്പെൻസ് ആക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൂർ പോവുകയാണ്. ആ ടൂർ പോകുന്ന സമയത്ത് 2000 രൂപ നമുക്ക് പെട്രോളിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2000 രൂപ പെട്രോൾ നമ്മൾ ചിലവാക്കി, അതിവിടെ കൊടുത്തു. പിന്നെ അത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ചിലവാക്കിയത്, ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ ക്യാഷിൽ നിന്നാണോ? അപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാർഡ് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യാം. പുതുതായിട്ടൊരു ബാങ്കാണ് നമ്മൾ കാണിക്കുന്നത്, GPay പോലത്തെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു ബാങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്തിനാണ് ചിലവാക്കിയത്, അപ്പോൾ നമുക്ക് പെട്രോളാണ്, അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തു പെട്രോൾ. നമ്മൾ പെട്രോളോട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ ഹെഡ് എന്നാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടിയെന്ന് കൊടുത്തതിന് ശേഷം ആഡ് ഹെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ എക്സ്പെൻസ് നീറ്റിൽ വരുന്നതായിരിക്കും. പെട്രോൾ സെലക്ട് ചെയ്തു. പിന്നെ നമുക്കിതിൽ വരുന്ന ആഡ് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇൻകം വരുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു ടാഗ് പോലെ, അതൊരു നരേഷൻ പോലെ നമുക്കിവിടെ എന്ത് ചെയ്യാം, റീഡ് ചെയ്ത് വെക്കാം. അത് ലെഡ്ജർ എടുക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ എക്സ്പെൻസ് സേവ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഈ എക്സ്പെൻസ് സേവ് ചെയ്തു. റിസീവ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസിൻ്റെ അതേ രൂപത്തിൽ വരുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിലുള്ള എല്ലാ കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ പരിചയപ്പെടാം. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഫ്രം ടു, നോർമലായിട്ട് നമ്മൾ പറയുക കോൺട്രാ എൻട്രി ആണ് ഇതിന് പറയുക. അപ്പോൾ നമ്മളിവിടെ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തു. നമ്മളിവിടെ ടു എവിടേക്കാണ്, ക്യാഷിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു 500 രൂപ ATM നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഫെഡറൽ ബാങ്ക് കാണിച്ചു കൊടുത്തു, നമ്മളിവിടെ ക്യാഷ് കൊടുത്തു, ഇവിടെ 500 കൊടുത്തു. ഇവിടെ നമ്മൾ നരേഷൻ ATM എന്ന് കൊടുത്തു. നമ്മളിവിടെ സേവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ട്രാൻസാക്ഷൻപരമായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കി റിപ്പോർട്ടുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം.